പക അത് വീട്ടാനുള്ളതാണെന്ന് തെളിയിച്ച RCB. ചിന്നസ്വാമിയിൽ വച്ചേറ്റ വമ്പൻ തോൽവിയുടെ ക്ഷീണം RCB ഹൈദരാബാദിൽ ചെന്ന് തീർത്തു. വീണ്ടും 200 അടിച്ചായിരുന്നു RCBയുടെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. RCBക്ക് വേണ്ടി വിരാട് കോഹ്ലിയായിരുന്നു ടോപ്പ് സ്കോറായത്. നേടിയത് 43 ബോളിൽ നിന്ന് 51 റൺസ്. ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസീസ് നേടിയത് 12 ബോളിൽ നിന്ന് 25 റൺസ്. KKRനെതിരെ മിന്നും പ്രകടനം നടത്തിയ വിൽ ജാക്സ് നിരാശപ്പെടുത്തി. നേടിയത് വെറും 6 റൺസ് മാത്രം. എന്നാൽ രജത് പഡീദറാണ് റൺ റേറ്റും ടീമിൻ്റെ സ്കോറും ഉയർത്താൻ സഹായിച്ചത്. 2 4ഉം 5 6ഉം ഉൾപ്പെടുന്ന 50 റൺസ് അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു 20 ബോളിൽ നിന്ന് രജത് പഡീദർ കാഴ്ചവെച്ചത്. കാമറൂൺ ഗ്രീൻ നേടിയത് 20 ബോളിൽ നിന്ന് 37 റൺസ്. ദിനേശ് കാർത്തിക് 6 റൺസ് മാത്രം നേടി മടങ്ങി. സ്വപ്നൽ സിംഗ് 6 ബോളിൽ നിന്ന് 12 റൺസ്. RCB ടോട്ടൽ സ്കോർ 206-7. SRHന് വേണ്ടി കമിൻസ് മാർക്കണ്ടെ ഓരോ വിക്കറ്റ് നേടിയപ്പോൾ നടരാജൻ 2ഉം ജയദേവ് ഉനദ്കട്ട് 3 വിക്കറ്റും നേടി. SRHൻ്റെ ഇന്നിംഗ്സിൻ്റെ തുടക്കം അത്ര നല്ലതായിരുന്നില്ല അവർക്ക്. വിൽ ജാക്സ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ സ്റ്റാർ ബാറ്ററായ ട്രാവിസ് ഹെഡ് പുറത്ത്. നേടിയത് വെറും 1 റൺസ്. അഭിഷേക് ശർമ്മ എന്നത്തെയും പോലെ തന്നെ പവർ പ്ലേയിലെ ഫീൽഡ് റെസ്ട്രിക്ഷൻസ് യൂസ് ചെയ്ത് നേടിയത് 13 ബോളിൽ നിന്ന് 31 റൺസ്. എന്നാൽ പിന്നീടെത്തിയ ഷബാസ് അഹമ്മദും പാറ്റ് കമിൻസും ഒഴിച്ച് ബാക്കി ആർക്കും ഇന്നിംഗ്സിൻ്റെ മൊമെൻ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഷബാസ് അഹമ്മദ് നേടിയത് 40 റൺസ്. പാറ്റ് കമിൻസ് നേടിയത് 15 ബോളിൽ നിന്ന് 31 റൺസ്. ഫോമിൽ നിൽക്കുന്ന എൻറിക് ക്ലാസൻ നേടിയത് വെറും 7 റൺസ് മാത്രം. ടീം സ്കോർ 171-8. ഈ മാച്ചിൽ നമുക്ക് എടുത്തു പറയേണ്ടത് RCBയുടെ ബോളിംഗ് ആണ്. SRHൻ്റെ ബാറ്റേഴ്സിന് ഒരു ലൂപ്പ് ഹോൾ പോലും കൊടുക്കാതെയാണ് RCB ബോളേഴ്സ് പന്തെറിഞ്ഞത്. RCBക്ക് വേണ്ടി വിൽ ജാക്സ്, യാഷ് ദയാൽ ഓരോ വിക്കറ്റും, സ്വപ്നിൽ സിംഗ്, കരൺ ശർമ്മ, കാമറൂൺ ഗ്രീൻ 2 വിക്കറ്റ് വീതം നേടി. രജത് പഡീദറാണ് പ്ലെയർ ഓഫ് ദി മാച്ച്.